അമ്മേ നാരായണ. നമസ്കാരം. ആരാ? ഞാൻ വൈക്കത്ത് നിന്ന. പേര് രാമകൃഷ്ണൻ. സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ആ, ഇരിക്കൂ. എന്താ കാര്യം? ഇന്നലെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. അപ്പോഴാണ് ഒരു നിശ്ചയവും ചെറുക്കം കാണലും. അതാ വരാൻ പറ്റാതിരുന്നത്. നേരെ വാ നേരെ പോ, അതാ എൻ്റെ പോളിസി. ആ, താൻ കാര്യം പറ. അമ്മേ നാരായണ. ദാ ഇതിൽ ഏത് വേണമെങ്കിലും നോക്കാം. ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഇതെന്തിനാ എന്നെ കാണിക്കുന്നത്? ഇതിൽ ഏത് വേണമെങ്കിലും ആലോചിക്കാമെന്നാ ഞാൻ പറഞ്ഞത്. ആർക്ക് ആലോചിക്കുന്ന കാര്യം താനി പറയുന്നത്? സാറിന് തന്നെ. എനിക്കോ? ആ, ദാ ഇത് കോളേജ് ലെക്ചററാ, പത്തനംതിട്ട കോളേജിലാ. ഈ നീല ചുരിദാറിന്റെ കൊച്ചാണെങ്കിൽ നേഴ്സാ. കഴിഞ്ഞ മാസമാ ദുബായിക്ക് പോയത്. സാറേ, ഞാൻ വന്നത് സാറിന്റെ അച്ഛൻ പറഞ്ഞിട്ടാ. ഉടനെ കല്യാണം നടത്തണമെന്നാ പറഞ്ഞേ. അച്ഛനോ? ആ, അല്ലാതെ പിന്നെ വൈക്കത്തിന്ന് ഇവിടെ വരാൻ എന്റെ തലയ്ക്ക് എന്താ വട്ടുണ്ടോ സാറേ? ഒക്കെ പെറുക്കെടുത്ത് വേഗം സ്ഥലം വിട്. മേലെ ഇവിടെ കയറരുത്. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ നോക്കാം സാറേ. നിലവിൽ എനിക്കൊരു ഭാര്യയുണ്ട്. തൽക്കാലം അത് മതി. വേറെ ഭാര്യയുണ്ടോ? പിന്നെന്തിനാ സാറിന്റെ അച്ഛൻ ചന്ദ്രമാൻ സാർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞോട്ടത്? അത് അവിടെ പോയി ചോദിക്കും. എന്നാൽ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. ആരായിരുന്നു? ബെല്ല് കേട്ടു. ഓ, രാവിലെ ഓരോരുത്തരുമാര് വലിഞ്ഞു കയറി വന്നോളൂ. എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. ഈ വീട് സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വന്നൊരു ബ്രോക്കറാ. വിൽക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? എന്തായടോ? എന്നാലും ഇതിൽ കടുപ്പോയി പോയി സാറേ. ഇങ്ങനെ ഒരു ചതി സാർ എന്നോട് ചെയ്യണ്ടായിരുന്നു. എന്തു പറ്റി? ഇരിക്കെ. സാറിന്റെ മോന്റെ കല്യാണം ഞാൻ നടത്തി തരും. പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ ഉള്ള ബന്ധം ഒഴിവാക്കി തരണം. താൻ പറ്റിയ ആലോചന നോക്കി വെക്ക്. കല്യാണം നടന്നത് ഞാനല്ലേ? എങ്കിൽ ഞാൻ ഏറ്റു സാറേ. രണ്ടാം ഘട്ടമാകുമ്പോ മാർക്കറ്റ് ഇത്തിരി കുറവാ. അതുപോലെ എന്റെ കമ്മീഷനും കൂടും. തന്റെ ഇച്ഛ തന്നെ ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ? അതെങ്ങനെ ജാതിയിലുള്ളത് തൂത്താ പോകൂ? താൻ ആദ്യം ഒരു നല്ല ബന്ധം കണ്ടുപിടിക്കുക, എന്നിട്ട് വാച പിടിക്കുക. ഓ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. തലയിൽ പേനുണ്ടോ? ഇല്ല. അല്ല, തലയോറിയുന്നു. അത് പിന്നെ അതൊക്കെ കാര്യം കഴിഞ്ഞിട്ട് പോയി കാര്യം നിർത്തണോ? ഓ, ആ, എന്നാ പിന്നെ അങ്ങനെ മതിയല്ലേ? രാജലക്ഷ്മി, എന്തേ? നമുക്കൊന്ന് തിരുവനന്തപുരം വരെ പോകാം. എപ്പോഴാ? ഉടനെ ഇറങ്ങണം. എന്താ പെട്ടെന്ന്? സേതു വിളിച്ചായിരുന്നു? വിളിച്ചില്ല. അവനെ ഒന്ന് കാണണം. ആ, ആ, വാ. ആ, എന്താ അമ്മ അച്ഛനൊരു മുന്നറിയിപ്പില്ലാതെ? മുന്നറിയിപ്പ് അറിയിക്കാൻ പൈലറ്റിനെ കിട്ടിയില്ലല്ലോ മോനെ. മുന്നറിയിപ്പില്ലാതെ ഒന്നും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇരിക്കമ്മേ. മീര എവിടെ മോനെ? അമ്പലത്തിൽ പോയിരിക്കുക. ഇപ്പൊ വരും. കഴിഞ്ഞ 5-8 വർഷമായി അമ്പലത്തിലും പള്ളിയിലും മുട്ടിത്തൊഴുതും വഴിപാട് നടത്തി നടക്കുന്നല്ലോ. ഇനി ഇത് എത്ര നാൾ തുടരാനാണ് നിന്റെ ഉദ്ദേശം? നിങ്ങൾ എന്തേ പറയുന്നേ? ദൈവത്തിന് നിരക്കാത്തൊന്നും പറയരുത്. പറയാനല്ല, ചിലത് തീരുമാനിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. തീരുമാനം ഏകപക്ഷീയമാകണമെന്ന് വിചാരിച്ചാ നിന്നെ കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അല്ല, കഴിഞ്ഞ ദിവസം ഞാനൊരു ബ്രോക്കറെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നല്ലോ. എന്നിട്ട് എന്തായി? അച്ഛൻ, ഞാൻ അച്ഛ എന്ന് വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അയാള് കാണിച്ച പെൺകുട്ടികളെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറ, നമുക്ക് വേറെ നോക്കാം. ഒരു കാര്യത്തിൽ മാത്രം അച്ഛന് മാറ്റം ഉണ്ടാവില്ല. നിന്റെ കല്യാണം അത് ഞാൻ ഉടനെ നടത്തും. അച്ഛൻ എന്തൊക്കെയാ അമ്മ പറയുന്നത്? എടാ,
കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ഒരു ഭാര്യ ഉപേക്ഷിക്കുന്നത് ഈ ലോകത്ത് ആദ്യത്തെ സംഭവമൊന്നും അല്ല. എന്നാലും പറയുന്നതിന്റെ മര്യാദയില്ലേ? ഇതിൽ കൂടുതൽ മര്യാദയോടുകൂടി ഇത്തരം കാര്യങ്ങൾ പറയാൻ എനിക്കറിയില്ല. അതിനുള്ള വിദ്യാഭ്യാസം എനിക്കുള്ളൂ എന്ന് വെച്ചോ. അച്ഛാ, എനിക്കും മീരയ്ക്കും കുട്ടികളില്ല എന്നുള്ളത് സത്യമാണ് എന്ന് കരുതി വിവാഹം കഴിച്ച ഭാര്യ അതിന്റെ പേരിൽ ഉപേക്ഷിക്കാന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്? ന്യായക്കെടും നീ എന്നെ പഠിപ്പിക്കണ്ട. നീ എന്റെ ഏക മകനാ. നിനക്കൊരു കുഞ്ഞ് ജനിച്ചില്ലെങ്കിലേ ഈ തലമുറ അന്യം നിന്ന് പോവും. അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? ഞാനും മീരയും ട്രീറ്റ്മെന്റിലാണെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? എത്ര വർഷമായി ചികിത്സ തുടങ്ങിയിട്ട്? എന്തെങ്കിലും ഒരു പ്രയോജനം അതുകൊണ്ടുണ്ടായോ? കുറെ കാശ് ചെലവായി, അത് തന്നെ മിച്ചം. ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. മീരെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം നിനക്ക് കഴിയില്ലെങ്കിൽ ഞാൻ അവളോട് സംസാരിക്കാം. നിന്നെ അവൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ മറ്റൊരു വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ അവൾ എതിര് നിൽക്കില്ല. സേതു, ഇത് മനഃപൂർവ്വം പറയുന്നതല്ലോ. ഒരു കുഞ്ഞുണ്ടാകാതെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ദേ, രണ്ടുപേരും ഒരുമിച്ച് വിവാഹമോചനത്തിന് അപേക്ഷിച്ചാൽ ഉടനെ വേർപിരിയ. അതിനുള്ള നിയമമൊക്കെ എനിക്കറിയാം. അമ്മയച്ഛനെ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളു മോളെ. ഞാൻ ഇപ്പൊ വരാം അമ്മേ. മീര എല്ലാം കേട്ടു. കേൾക്കണം. ഇനി ഇങ്ങനെ ഒളിഞ്ഞു മറിഞ്ഞ് സംസാരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അച്ഛൻ ഈ പറയുന്നൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ എന്താ അതിന്റെ ഭാവം? കുടുംബം അന്യം നിന്ന് പോട്ടേന്നോ? ഞാനത് സമ്മതിക്കില്ല. ഹലോ അങ്കിൾ. എത്തിയല്ലോ സുഹൃത്ത്. ഞാൻ നിങ്ങൾ അങ്ങോട്ട് വന്ന് കാണാതിരിക്കായിരുന്നു. വാടോ, ഇരിക്കേ. എന്താ അങ്കിൾ? ഇവന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം എടുക്കണം. ഒരു വിവാഹം കഴിക്കുന്നത് ഒപ്പം ജീവിക്കാൻ ഒരാളുണ്ടാകാൻ മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂടിയാ. അതിന് പ്രാപ്തിയില്ലാത്തവർ കുടുംബമായി ജീവിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇവനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹം നടത്തണം. ഇത് പറയാനാ ഞാൻ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. എന്നെ ഇവൻ അച്ഛനായി കരുതുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതനുസരിക്കണം. ഇല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു അച്ഛനില്ലെന്ന് നമുക്ക് കരുതിക്കോട്ടെ. ഞങ്ങൾ ഇറങ്ങാം. പടി. അമ്മേ, അവിടെ ഒന്ന് കണ്ടിട്ട് പോമേ. ഞങ്ങൾ കണ്ടു. നീ പടി. മോനെ, അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. ഒരു കാര്യം തീരുമാനിച്ച് അത് നടത്തും. ഇപ്പോഴിങ്ങോട്ട് വന്നത് ഇതൊക്കെ പറയാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. രാജലക്ഷ്മി, പോട്ടെ, ഇനി ഒരു ദിവസം വരാം. നീ വാ. മീരെ, അവര് പറഞ്ഞതൊന്നും കേട്ട് വിഷമിക്കണ്ട. ഇത്രയും നാളായിട്ടും കുട്ടികൾ ഉണ്ടാവാത്തതിൽ അച്ഛനും അമ്മയ്ക്കും പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പറഞ്ഞത്. എത്ര വർഷങ്ങളായി ട്രീറ്റ്മെന്റ് നടത്തുന്നു ശിശിരെ. എല്ലാ അച്ഛനും അമ്മയ്ക്കും അറിയാവുന്നത്. എന്നിട്ടും ഈ സങ്കടവും പ്രയാസവും ഒക്കെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ മാറാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ നടത്താത്ത വഴിപാടുകളില്ല, പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. എന്നിട്ടും ഇപ്പൊ കാണുന്ന ഡോക്ടർ നല്ലതാണെന്നല്ലേ പറഞ്ഞത്? തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും.
മീര ഇങ്ങനെ കരഞ്ഞ സേതുവിന്റെ മനസ്സ് വിഷമിക്കില്ലേ? സേതുവിനെ ആശ്വസിപ്പിക്കേണ്ടത് മീരയാ. നമ്മള് പെണ്ണുങ്ങൾക്ക് സങ്കടം തോന്നിയ കരയാം, മനസ്സിലുള്ളത് മറ്റാരോടെങ്കിലും പറയാം. പക്ഷേ ആണുങ്ങൾക്ക് എങ്ങനെ കരയാൻ പറ്റുമോ? അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളാ. സേതു വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. മീര വേണം സേതുവിന് ധൈര്യം കൊടുക്കാൻ. ഇനിയും എനിക്ക് വയ്യടാ. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? കഴിഞ്ഞ 8 വർഷമായി മീര എല്ലാ ശിക്ഷയും ഏറ്റുവാങ്ങുന്നു. ഇനി എനിക്ക് മീരയെ ശിക്ഷിക്കാൻ വയ്യ. നീ പോലും അറിയാത്ത രഹസ്യമാണത്. എനിക്കും മീരയ്ക്കും കുട്ടികളുണ്ടാകത്തിന്റെ കാരണം സത്യത്തിൽ എന്റെ കുഴപ്പ, അല്ലാതെ മീരയുടെ പ്രശ്നമല്ല. ഇത്രയും നാളും ഇതാരോടും പറഞ്ഞില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ തലകുനിച്ച് നിൽക്കേണ്ടി വരരുതെന്ന് കരുതി എല്ലാ കുറ്റവും മീര സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ മീരയായി ഇപ്പം എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. ഇനി എനിക്ക് താങ്ങാൻ വയ്യ. മീര വിഷമിപ്പിക്കുന്നതിന് എനിക്കൊരിക്കലും ഒരു ഈശ്വരനും മാപ്പ് തരില്ല. ഡാ, അച്ഛൻ പറഞ്ഞ നീ കാര്യമായിട്ട് എടുക്കണ്ട. ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ? കുഞ്ഞ് ജനിക്കാത്തതിന്റെ കാരണം ഞാനാണെന്ന് അച്ഛൻ അറിയണം. അപ്പൊ പിന്നെ മീരയെ കുറ്റപ്പെടുത്തില്ലല്ലോ. ഇപ്പൊ നീ ഇത് പറഞ്ഞ മീരയെ സഹായിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് അച്ഛൻ കരുതൂ. ഡോക്ടർമാരുടെ ചികിത്സാ റിപ്പോർട്ടുകൾ കാണിച്ചു കൊടുക്കാം, അപ്പം മനസ്സിലാവുമല്ലോ. തൽക്കാലം അതിനൊന്നും പോണ്ട. ഇപ്പൊ ഒരു പുതിയ ഡോക്ടറെ കാണാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞത്? ആ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റോട് നോക്കാം. സാരമില്ലടാ, എല്ലാം നേരെയാവും. നീ സമാധാനമായിട്ടിരിക്കെ. അച്ഛനമ്മമാർ അവരുടെ മനസ്സിലെ തോന്നലുകളൊക്കെ പറയും. അതിനൊന്നും അധിക പ്രാധാന്യം കൊടുക്കണ്ട. നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയല്ലേ. എന്നാ ഇനി ഡോക്ടറെ കാണേണ്ടത്? നാളെ. തനിക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടല്ലേ? എന്തിനാ ആവശ്യമില്ലാത്ത പറയുന്നേ? എന്തിനാ ഇങ്ങനൊരു ജന്മം ഈശ്വരൻ എനിക്ക് തന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. സേതുവേട്ട, ഒരു പാഴ്ജന്മം എന്റേത്. എനിക്കൊപ്പം ജീവിച്ച് നിന്റെ ജീവിതം കൂടി നശിക്കും. ഞാനതിന് കാരണക്കാരനും. സേതുവേട്ട, ഇതൊന്നും ആരുടെയും കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെന്താ? കുറ്റം എന്റേത് മാത്രം. അതിന്റെ പഴി കേൾക്കേണ്ടി വരുന്നത് താനും. ഇനി ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ല.